കേരള സർക്കാരിൻ്റെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് ഈ താണ്ഡവ നൃത്തം സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നടത്തുന്നത്. SFI എന്ന വിദ്യാർത്ഥി സംഘടന പന്തൽകെട്ടി സമരം ചെയ്യുകയാണ്. ദൗർഭാഗ്യകരമായ സംഭവങ്ങൾക്കാണ് കേരളത്തിൻ്റെ മാതൃ സർവകലാശാലയായ കേരള സർവകലാശാല ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കേരള സർവകലാശാല ക്യാമ്പസിൽ സെനറ്റ് ഹൗസിന് മുന്നിൽ വൈസ് ചാൻസലറുടെ ഓഫീസിന് ചുവടെയായി SFI എന്ന വിദ്യാർത്ഥി സംഘടന പന്തൽകെട്ടി സമരം ചെയ്യുകയാണ്. സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമാണ് ക്യാമ്പസിനകത്ത് പന്തൽ കെട്ടുന്നത്. ഈ പന്തൽ പൊളിച്ചു മാറ്റണമെന്നും ക്യാമ്പസിന് പുറത്ത് സമരം നടത്തുവാനുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അതിന് രജിസ്ട്രാർ തയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും രജിസ്ട്രാർ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം കേരള സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ പൂർണ്ണ അനുമതിയോടുകൂടി, കേരള സർക്കാരിൻ്റെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് ഈ താണ്ഡവ നൃത്തം സർവകലാശാല ക്യാമ്പസിനുള്ളിൽ നടത്തുന്നത്. വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അടിക്കടി പറയുമ്പോൾ കേരളത്തിൻ്റെ മാതൃ സർവകലാശാലയ്ക്ക് മുന്നിൽ നടക്കുന്ന ഈ സമരാഭാസം കണ്ടാൽ ആര് കേരളത്തിലേക്ക് വരും? കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ പോലും അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന നാളാണ്. കാരണം വളരെ നിസ്സാരമാണ്. കേരള സർവകലാശാല യൂണിയൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വൈസ് ചാൻസലർ യൂണിയൻ രൂപീകരിക്കുവാനുള്ള അനുമതി നൽകുന്നില്ല. ശരിയാണ്, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതിക്ക് അധികാരം നൽകേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? കേരള സർവകലാശാല യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ SFI തന്നെയാണ് വിജയിച്ചത്. അതിനോടൊപ്പം നടത്തിയ കേരള സർവകലാശാല കൗൺസിലേറ്റിൽ നിന്നുള്ള സെനറ്റ് തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ KSUവിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെയും പ്രതിനിധികൾ ജയിച്ചു വരുമെന്ന് കണ്ടപ്പോൾ SFIയുടെ തലമൂത്ത നേതാക്കന്മാർ ബാലറ്റ് പേപ്പർ നശിപ്പിച്ചു. അതോടുകൂടി തെരഞ്ഞെടുപ്പ് കൗണ്ടിങ് നിർത്തിവെക്കേണ്ടി വന്നു. അതേസമയം വിജയിച്ചു കഴിഞ്ഞ SFI നേതാക്കളുടെ യൂണിയൻ്റെ ഈ ബാലറ്റിൻ്റെ കൺസോളേറ്റ് ഷീറ്റ്, വോട്ട് രേഖപ്പെടുത്തുന്ന ഷീറ്റ് SFIക്കാരും KSUക്കാരും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നാണ് ആക്ഷേപം. ചുരുക്കി പറഞ്ഞാൽ സെനറ്റ് രൂപീകരിക്കുവാൻ കഴിയുന്നില്ല, സെനറ്റ് മെമ്പർമാരെ കൗൺസിലേഴ്സായിട്ട് ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നില്ല. ഒപ്പം തന്നെ യൂണിയൻ SFIക്ക് ലഭിച്ചുവെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യാൻ വൈസ് ചാൻസലർ കഴിയുന്നില്ല, കാരണം രേഖകളില്ല. അപ്പോൾ രേഖകളില്ലാതിരിക്കുമ്പോൾ എങ്ങനെ യൂണിയൻ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിയമിച്ചു. ആ ഉപസമിതി 2 മാസം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് അവർ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് രജിസ്ട്രാർ ഓറലായി അനൗൺസ് ചെയ്തുകൊണ്ട് അത് വിജയിച്ചതായി കണക്കാക്കണമെന്നാണ്. അപ്പോഴേക്കും KSUവിൻ്റെ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ പോയി. അങ്ങനെയാണെങ്കിൽ സെനറ്റിൽ അവർ ജയിച്ചായിട്ടും ഡിക്ലെയർ ചെയ്യണമെന്നുള്ളതാണ് അവരുടെ വാദം. ഇന്ന് കേസ് കോടതിയിലാണ്. അപ്പോൾ യൂണിയൻ രൂപീകരണവും സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുമ്പോൾ വൈസ് ചാൻസലർക്ക് ഒരിക്കലും യൂണിയൻ രൂപീകരിക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള ആവശ്യം എന്താ? യുവജനോത്സവമാണ് വിഷയം. യുവജനോത്സവം നടത്തുക, അതിൽ ഏകദേശം 1 കോടിയോളം രൂപ യുവജനോത്സവത്തിന് വേണ്ടി പിരിഞ്ഞു കിട്ടും. ആ പണത്തിൽ വലിയൊരു തുക SFI കൈക്കലാക്കുന്നത് പതിവാണ്. അപ്പോൾ ഇപ്പോഴുള്ള ചില നേതാക്കളുടെ കാലാവധി കഴിയുകയാണ്. അവരുടെ SFIക്കാരുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് യുവജനോത്സവം നടത്തി പണം തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അടിയന്തരമായി യൂണിയൻ രൂപീകരിക്കണം എന്നുള്ള ആവശ്യമായി മുന്നോട്ട് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും യുവജനോത്സവം നടത്തണം. അതിന് യൂണിയൻ വേണമെന്നില്ല. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അതേപോലെ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കി സർവകലാശാലയ്ക്ക് അടുത്ത മാസം യുവജനോത്സവം നടത്താം. ഇവിടെ യുവജനോത്സവം നടത്തുക, അതിലൂടെ ഗ്രേസ് മാർക്കിന് വേണ്ടി സ്വന്തം കുട്ടികളെ കണ്ടെത്തുക, അതേപോലെ വിധികർത്താക്കൾ അവർ ഉദ്ദേശിക്കുന്നവരെ കൊണ്ടുവരിക. അങ്ങനെ അവർ കൊണ്ടുവരുന്ന വിധികർത്താക്കൾ അവരനുസരിക്കുന്ന രീതിയിൽ അവർ ജഡ്ജി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെ പീഡിപ്പിക്കുക. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം കണ്ണൂരുകാരനായ ഒരു നൃത്യാധ്യാപകൻ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായത്. അപ്പോൾ സർവകലാശാലയിൽ അഴിഞ്ഞാട്ടം നടത്താൻ അനുവദിച്ചിരിക്കുന്നു. ക്യാമ്പസിനുള്ളിൽ സത്യാഗ്രഹം നടക്കുന്നു. ആ സത്യാഗ്രഹത്തിൽ നിന്ന് കുട്ടികൾ പിൻവാങ്ങണമെന്ന് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടപ്പോൾ അതനുസരിക്കാൻ വിദ്യാർത്ഥികളോ രജിസ്ട്രാറോ സിൻഡിക്കേറ്റോ
അത് സർക്കാരോ തയ്യാറാകുന്നില്ല. അപ്പോൾ അവിടെ അനാഥത്വം വന്നപ്പോൾ വൈസ് ചാൻസലർ ക്യാമ്പസിൽ വരുന്നില്ല. അത് സ്വാഭാവികമല്ലേ? അപ്പോൾ ഈ രീതിയിൽ കുത്തരിയുവാൻ നമ്മുടെ സർവകലാശാല അനുവദിക്കാമോ? സർവകലാശാലയിൽ CPMന് നിയന്ത്രണമുള്ള സിൻഡിക്കേറ്റ് എന്തും ചെയ്യാമെന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അനുവദിക്കാൻ പാടില്ല. ഇന്ന് കേരളത്തിലെ മറ്റ് സർവകലാശാലകളിലെ യൂണിയനുകൾ അവരുടെ SFIയുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇന്ന് കുസാറ്റിലും കാലിക്കറ്റിലും SFIക്ക് നഷ്ടപ്പെട്ടു. വെറ്റിനറി സർവകലാശാല SFIക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ കുട്ടികൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന യൂണിവേഴ്സിറ്റി അധ്യാപകർ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന യൂണിവേഴ്സിറ്റി ജീവനക്കാർക്ക് ഇത്തരത്തിൽ നടക്കുന്ന ഈ സമരാഭാസത്തിനോട് ഒട്ടും യോജിപ്പില്ല. അവിടെ ഓഫീസ് സമയത്ത് ഈ മൈക്ക് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് നൃത്തങ്ങൾ ഉൾപ്പെടെ നടക്കുകയാണ്. ഈ ക്യാമ്പസിനകത്ത് എങ്ങനെ സമാധാനം ഉണ്ടാവും? ഈ ക്യാമ്പസിനകത്ത് എങ്ങനെ സെക്യൂരിറ്റി ഉണ്ടാവും? അതുകൊണ്ട് അടിയന്തിരമായി സർക്കാർ നേരിട്ടിടപെട്ട് ഈ സമരം ക്യാമ്പസിന് പുറത്തേക്ക് മാറ്റുക. അതേപോലെ തന്നെ കോടതിയിൽ നിന്ന് വിധി സമ്പാദിക്കുക. കോടതി ഞാൻ മനസ്സിലാക്കുന്നത് വൈസ് ചാൻസലറുടെ അഫിഡവിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തീരുമാനം എടുക്കുമെന്നാണ്. തീരുമാനമെടുക്കട്ടെ. ആ കോടതി വിധി എല്ലാവർക്കും ബാധകമാണ്. യുവജനോത്സവം നടത്തണമെങ്കിൽ യൂണിയൻ തന്നെ വേണമെന്നില്ല. യൂണിയൻ ഇല്ലാതെ തന്നെ യുവജനോത്സവം നടത്താനുള്ള നടപടികൾ കൈക്കൊള്ളുക. പുതിയ കൗൺസിലേഴ്സിനെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുണ്ട്. ആ കൗൺസിലിനെ വെച്ചുകൊണ്ട് പുതിയ യൂണിയൻ ഉണ്ടാക്കുക. ആ രീതിയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതിന് പകരം ഇതിനെ രാഷ്ട്രീയ പകപോക്കലിന് ഒരു വേദിയാക്കി സർവകലാശാലയെ മാറ്റരുത്.